എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ച വലിയ സന്തോഷമുണ്ട്. മാഷുമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ JNU പഠിക്കുന്ന സമയത്താണ് ഈ ആദ്യമായിട്ട് സ്ലേവറിയെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുന്നത് മാതൃഭൂമിയിൽ. അപ്പോൾ അത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ആ സമയം മുതലാണ് ഞങ്ങളൊരു സൗഹൃദം തുടങ്ങുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല പുസ്തകങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വലിയ മറ്റ് പ്രസാധകരിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസപ്പെട്ട് നമ്മളൊരു പുസ്തക പ്രസാധനം എന്നത് വളരെ കൃത്യമായൊരു സാമൂഹിക പ്രവർത്തനമാണ് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ അതർ ബുക്സിൽ കാണുന്നത്. അത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ പുസ്തകങ്ങളുടെ ടൈറ്റിലുകളും മറ്റ് പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്തായാലും സ്ലേവറിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഞാനും PhDക്ക് ഒരു ഗവേഷണ വിഷയമായിട്ട് എടുത്തത് സ്ലേവറിയെക്കുറിച്ചായിരുന്നു. കേരളത്തിൽ ഈ മനുഷ്യ കച്ചവടം അതിനെതിരായി വന്ന നിയമങ്ങളുമൊക്കെ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ പരിശോധിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞൊരു പ്ലാന്റേഷനുണ്ട്. അതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്ലാന്റേഷൻ. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഈ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത്. വ്യാപകമായ രീതിയിൽ ഒരു മനുഷ്യ കച്ചവടം നടന്നുകൊണ്ടിരുന്നൊരു പ്രധാന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കേസൊക്കെ ആയിരുന്നു അന്വേഷിച്ച്. അപ്പം ഹിസ്റ്ററിയെ സംബന്ധിച്ച്, ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ആരും അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ കാര്യങ്ങളെ കണ്ടെടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ഒരിക്കലും ഒരു ഹിസ്റ്ററിയുടെ ഒരു രീതിയല്ല. അതിന് നമുക്കൊരു ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആർക്കും അത് സാധിക്കുന്നതാണ്. ഏതെങ്കിലും ആർക്കൈവ്സിൽ പോയിരുന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഒരു ലൈബ്രറിയിൽ തന്നെ ചെന്നിരുന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാതിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെയോ വിഷയത്തിനെയോ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുമെന്നുള്ളതിനൊരു തർക്കമൊന്നുമില്ല. എന്നാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതൊരു വേറൊരു രീതിയിൽ ഒരു തിയറികളുടെയും അതുപോലെ തന്നെ നമ്മുടെ സമകാലിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് നിൽക്കുന്നത് എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മളെപ്പോഴും പാസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആർക്കൈവ്സിൽ നിന്ന് ചില രേഖകൾ കണ്ടെടുക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അതിന് നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതിന് ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ ചില സ്കൂളുകൾ എന്നുള്ളൊരു ടേമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ അത് ചർച്ച ചെയ്യും. ഇത് തന്നെയാണ് ഹിസ്റ്ററിയുടെ ഒരു പ്രധാന പോരായ്മ, അത് തന്നെയാണ്. അതായത് നമ്മളൊരു പ്രത്യേക ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡിസിപ്ലിൻ. അപ്പോൾ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു പിടിവാശി എല്ലാ വിഷയങ്ങളെയും പോലെ തന്നെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഡിസിപ്ലിനും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗവേഷണം ചെയ്യുന്നൊരു സമയത്തും അതുമാണ്. അപ്പം സ്ലേവറി എന്ന് പറഞ്ഞൊരു സങ്കല്പം വ്യാപകമായ രീതിയിൽ ലോകമെമ്പാടുമുള്ള ഹിസ്റ്റോറിയന്മാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ഈ ഒരു അനുഭവം. അപ്പോൾ അത് വളരെ ഈസിയായ രീതിയിലാണ് മറ്റ് സ്ഥലങ്ങളിൽ നടന്നതെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ സ്ലേവറിയെക്കുറിച്ചുള്ള ആലോചനകൾ പരിപൂർണമായ ഒരു വ്യത്യാസപ്പെട്ടും ഒരു കുഴപ്പം പിടിച്ചൊരു രീതിയിലാണ് വികസിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ചരിത്ര രചന വിഭാഗത്തെ നമ്മൾ നോക്കുന്നു. അപ്പം പേര് പോലെ തന്നെ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവർ സാമ്പത്തികപരമായിട്ടുള്ള വീക്ഷണങ്ങളെയൊക്കെയാണ് കൂടുതലും പരിശോധിക്കാറുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെച്ച് ഈ സാമൂഹ്യ അനുഭവം ആണോ എന്നുള്ള നിലയിൽ സ്ലേവറി എന്ന് പറയുന്ന ഒരാളുടെ അനുവാദം കൂടാതെ അയാളെ വിൽക്കുകയും വാങ്ങുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും കടൽ കടത്തി അയക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാന ചോദ്യമായിട്ട് അവർ വെച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നടങ്കം വ്യാപകമായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള പല പഠനങ്ങളിൽ അവർ മുൻപോട്ട് വെച്ചൊരു കാര്യം, സ്ലേവറി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ ചരിത്ര രചനയിൽ സ്ലേവറി എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ആയിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും മാർക്സിൻ്റെ എഴുത്തുകളിലേക്ക് തന്നെയാണ് അത് പുറകോട്ട് പോകുന്നു. അപ്പം മാർക്സ് സ്വാഭാവികമായിട്ടും ഓരോ സൊസൈറ്റിയും വികസിച്ച് വരുന്ന ഒരു പ്രത്യേക സ്റ്റേജുകളിലൂടെയാണ് എന്ന് പറയുന്നു. ഒരു 5 അല്ലെങ്കിൽ 6 സ്റ്റേജിലൂടെയാണ് ഒരു സൊസൈറ്റിയും പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിമിറ്റീവ് കമ്മ്യൂണിസം വരുന്നു, സ്ലേവറി വരുന്നു, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ മോഡ് ഓഫ് പ്രൊഡക്ഷനിലാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള സൊസൈറ്റി അങ്ങനെയാണ് വികസിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല വികസിക്കുന്നത്. ഇന്ത്യയിൽ പാരലായിട്ടാണ് സംഭവങ്ങൾ പോകുന്നത്. ഇന്ത്യ ഒരു അടഞ്ഞ സൊസൈറ്റിയാണ്. ജാതി വളരെ കർശനമായി ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളൊരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് മത്സ്യത്തൊഴിലാളിയായിട്ട് തന്നെ മരിക്കുന്നു. അല്ലെങ്കിൽ ആശാരിപ്പണി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ. അതായത് എന്താണോ നിങ്ങളുടെ തൊഴിൽ, ആ തൊഴിലിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം സാധ്യമല്ലാത്ത ഒരു സൊസൈറ്റിയാണ് ഇന്ത്യയുടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഒരു കാര്യം ഇല്ല.
അതുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകമായിട്ട് ഒരു ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളൊരു നിരീക്ഷണം ഓൾറെഡി മാർക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പാദന വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി ഇന്ത്യയുടെ ജാതി സാഹചര്യത്തിൽ സാധ്യമല്ല എന്നൊരു കാര്യം മാർക്സ് വളരെ കൃത്യമായി ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് പിന്നീട് മാർക്സിനെ ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെ പഠിക്കാൻ ശ്രമിച്ച ആർക്കും തന്നെ സ്ലേവറി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതായിരുന്നു ഒരു പ്രധാന ബേസ് ആയിട്ട് നിൽക്കുന്നത്. എങ്കിലും അവർ ഫ്യൂഡലിസത്തെ സംബന്ധിച്ചുമൊക്കെ ചില ആലോചനകൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഉൽപ്പാദന വ്യവസ്ഥകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചും ഇവർ ആലോചന മുൻപോട്ട് വെക്കുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലെ ആളുകളാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി എഴുതാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് EMSൻ്റെയൊക്കെ രചനകളൊക്കെയാണ് ആ ഒരു സമയങ്ങളിൽ 60കൾക്കും 80കൾക്കും ഇടയിൽ വലിയൊരു ഡിബേറ്റാണ്. അത് പ്രത്യേകിച്ച് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിലെ സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ജേണലിൽ ഇതിനകത്തൊക്കെയാണ് ഈ വക ഡിസ്കഷൻ വ്യാപകമായ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നു. അത് വെറുതെ സ്ലേവറി ഇല്ല എന്നുള്ളത് പറയുമല്ല, അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലേക്കോ കൊണ്ടുപോയി, അതായത് അവരുടെ സ്വദേശത്ത് നിന്ന് അവരെ പറിച്ചെടുത്ത് വേറൊരു ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവർ വേറൊരു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് പോകുന്നത്. അവരെ കടൽ കടത്തിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വേറെ ഭാഷയല്ല അടിമകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അടിമയെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ വിളിക്കുന്നത് വേറെ ഭാഷയല്ല. അവരെ കടൽ കടത്തി കൊണ്ടുപോകുന്നത് കാണുന്നില്ല. അവരെ അതുപോലെ തന്നെ അവർ എല്ലാ സമയങ്ങളിലും അവർ പണിയെടുക്കുകയല്ല. അവർക്ക് ചില പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞ ഇപ്പോൾ തെയ്യം പോലുള്ള കാര്യങ്ങളൊക്കെ, തെയ്യം പെർഫോമൻസിൻ്റെ സമയത്ത് അവർ ദൈവങ്ങളായി മാറുകയാണ്. അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങൾ, കുമാരനെല്ലൂരെ, ഓച്ചിറ പോലുള്ള പല ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ കാണുന്നത് ഈ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ പണിയെടുക്കുന്നവരാണെങ്കിലും അവർ ചില പ്രത്യേക ദിവസങ്ങളിൽ ദൈവങ്ങളായി മാറുന്നു, അമ്പലങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. പുലപ്പേടി, മണ്ണാപ്പേടി പോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചില അവകാശങ്ങളുണ്ട് എന്നുള്ളൊരു റിച്വൽ ആയിട്ടും ബന്ധപ്പെട്ടും റിലീജിയനുമായി ബന്ധപ്പെട്ടുമൊക്കെ കുറേ അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം അവകാശങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് അടിമയ്ക്ക് ഒരിക്കലും അവകാശമില്ല. പക്ഷേ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന ഈ ഒരു ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ചില റൈറ്റുകളുണ്ട് എന്ന കാരണത്താൽ നിങ്ങൾക്ക് അടിമത്തം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന ഒരു നിരീക്ഷണം മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ മുൻപോട്ട് വെക്കുകയാണ്. അപ്പോൾ അവർ അതോടൊപ്പം തന്നെ പറഞ്ഞ് വേറെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടില്ല മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അങ്ങനെ കാര്യമായ രീതിയിൽ ആളുകളെ പുറം രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നില്ല എന്നൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സ്ലേവറി എന്ന് പറഞ്ഞ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല. അല്ലെങ്കിൽ ചരിത്ര രചനയിൽ നിങ്ങൾ ഇന്ത്യയുടെ ഒരു ഭൂതകാലം എഴുതുന്ന സമയത്ത് സ്ലേവറി എന്നൊരു ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഫിറ്റാകത്തില്ല എന്നൊരു കാര്യമാണ് അവർ പ്രധാനമായിട്ടും വെച്ചത്. രണ്ടാമത് വരുന്നൊരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞു കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയന്മാരെന്ന് പറഞ്ഞ് ഒരു ഹിസ്റ്റോറിയന്മാരുടെ ഒരു സംഘമാണ്. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഒരു ബ്രിട്ടീഷ് ഭരണ സമയത്തെ രാഷ്ട്രീയത്തെയും ഭരണമാറ്റത്തെയൊക്കെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവരും എക്കണോമിക് ഹിസ്റ്ററിയുടെ കോണ്ടക്സ്റ്റിലും ചില അന്വേഷണങ്ങൾ കാര്യമായ രീതിയിൽ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സ്ലേവറി ഒന്നും അത്ര കാര്യമായ രീതിയിൽ അവർ പരിശോധിക്കുന്നില്ലെങ്കിലും അവർ ചില നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. അവരുടെ ഒരു സാമ്രാജ്യത്വ ചരിത്രകാരന്മാരെന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ ഏതാണ്ട് അവരെ പരിഭാഷപ്പെടുത്തി പറയുന്നത്. അപ്പോൾ അവരും ഇതേ രീതിക്ക് തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ഇപ്പം ധർമ്മകുമാർ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ചരിത്രകാരി അല്ലെങ്കിൽ ഡേവിഡ് വാഷ് ബ്രൂക്ക് എന്നൊക്കെ പറഞ്ഞ ഹിസ്റ്റോറിയനാണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്ത ഒരു രീതി സൗത്ത് ഇന്ത്യയിലെ ഭൂ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ പരിവർത്തനത്തെയും ഭൂ ഉടമസ്ഥയെ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും അന്വേഷിക്കും. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുകയാണ് ഈ സ്ലേവറി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഈ മറ്റ് ഇടങ്ങളിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ പറയാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ കൃഷിക്കാരൊക്കെ പല തട്ടിൽ പണിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിലും ഇവർക്ക് ഭൂമിയുടെ മേൽ ചില അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്നൊരു കാര്യം അവർ മുൻപോട്ട് പോകുന്നു. അപ്പം ഇവർക്ക് കുറേ ഏക്കർ ഭൂമി പണിയെടുക്കുന്നതിനും അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാനും സാധിക്കുന്നു. ഇപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുതരം ആചാരത്തിൻ്റെ വേറൊരു രൂപം ഇവിടെ കാണാൻ പറ്റും. അവിടെയും ഇത്തരത്തിൽ മറ്റിടങ്ങളിൽ കാണുന്ന പോലെ സ്ലേവ് അല്ലെങ്കിൽ സ്ലേവറിയുടെ ഒരു അനുഭവമല്ല. ഭൂവുടമസ്ഥ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഭൂവുടമസ്ഥരാകുന്ന ആളുകൾ എങ്ങനെയാണ് അടിമകളായി മാറുന്നത് എന്നൊരു ചോദ്യമൊക്കെ അവർ ചോദിക്കുന്നു. അങ്ങനെ അവരും ഈ ഒരു സങ്കല്പം ചരിത്രരചനയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിരീക്ഷണം, അതായത് ഒരു സാമ്പത്തിക ക്രയവിക്രയ ഇടങ്ങളിൽ
ഇന്ത്യയുടെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ നിമിഷങ്ങളിലും സ്ലേവറി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന ഒരു നിരീക്ഷണമാണ് രണ്ടാമത് വരുന്ന ഈ കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുന്നവരും മുൻപോട്ട് വെക്കും. ഇനി മൂന്നാമത് മൊത്തത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ചരിത്രരചനയിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സംഭാവന നൽകിയതും അല്ലെങ്കിൽ ഇന്ത്യ സംഭാവന ചരിത്രരചനയിൽ നൽകിയ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഘം ആളുകളുടെ പ്രവർത്തനങ്ങളാണ്. അവരാണ് ഇന്ത്യയുടെ ചരിത്രത്തിനെ വേറിട്ട ഒരു രീതിയിൽ വായിക്കാനും ആർക്കൈവ്സുകളെ ക്രിട്ടിക്കലായിട്ട് വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ ലോകത്തിന് ഒരു ചരിത്ര മാതൃക മുൻപോട്ട് വെക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സ്കൂളാണ് സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കീഴാള പഠനങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പരിഭാഷപ്പെടും. അപ്പോൾ ഇവരും വന്നിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ഈ സബാൾട്ടൻ സ്റ്റഡീസിലൊരു പ്രധാന പണ്ഡിതനാണ് ഗ്യാൻ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിയൻ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ബീഹാറിലെ ഒരു ഭൂമിയാർ എന്ന് പറഞ്ഞൊരു ജാതിയെക്കുറിച്ചാണ് കാമിയ എന്ന് പറയുന്ന ഒരു ജാതി വിഭാഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പഠിക്കുന്നത്. അദ്ദേഹം പെൻസിൽവാനിയയിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്ത PhD തീസിസാണ് 85-ലാണെന്ന് തോന്നുന്നു. പിന്നീട് അത് ബോണ്ടഡ് ഹിസ്റ്ററീസ് എന്നൊക്കെ പറഞ്ഞ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതൊക്കെയാണ്. അപ്പം അതിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലുമൊക്കെ വന്ന ഫ്രാൻസിസ് ബുക്കാനൻ ഇതേ രീതിക്ക് തന്നെ വടക്കേ ഇന്ത്യയിലും കുറേയധികം അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളും ആദ്യകാല ബ്രിട്ടീഷുകാരുടെ എഴുത്തുകളൊക്കെ പരിശോധിച്ചിട്ട് ഇവർ പ്രധാനമായും മുൻപോട്ട് വെച്ചൊരു കാര്യം, ഈ ബ്രിട്ടീഷ് ഡോക്യുമെൻറ്റുകൾക്ക് അത് വ്യാപകമായി ഈ സ്ലേവറി തുടങ്ങിയ ടേമുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന സ്ലേവറി അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ ആഫ്രിക്കയുടെയും കോണ്ടക്സ്റ്റിലെ സ്ലേവറി പോലെയല്ല. അത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്യന്മാർ അവരുടെ ഒരു എൻലൈറ്റ്മെൻറ്റ് ബോധത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു ബൂർഷ്വാ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അവരുടെ നാട്ടിൽ കണ്ട ഒരു ലേബർ ഘടനയെ അതേ രീതിക്കുള്ളതാണ് ഇവിടെയും എന്ന് തെറ്റിദ്ധരിച്ച് എഴുതിയതാണെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന നിരീക്ഷണം. അതായത് ഈ ബ്രിട്ടീഷുകാർ യൂറോപ്പിൽ കണ്ട അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ കണ്ട ലേബർ സ്ട്രക്ചർ അതേ രീതിക്ക് തന്നെയായിരുന്നു ഇന്ത്യയിലും നിലനിന്നിരുന്നത് എന്നുള്ളത് അവരുടെ എഴുത്തുകളിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരും അതിനെ പരിപൂർണമായിട്ട് നിഷേധിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ സാധ്യമല്ല. അതായത് കുറേയധികം അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. ജാതിയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. ആ ജാതി ഘടനയ്ക്കുള്ളിൽ ഒരു സ്ലേവ് ഓണർ പോലുള്ള ഒരു സങ്കല്പം സാധ്യമല്ല എന്ന നിരീക്ഷണം ഈ പറഞ്ഞ പോലെ ഇവരും മുൻപോട്ട് വെക്കുകയാണ്. ഈ സബാൾട്ടൻ സ്റ്റഡീസുകാരും പരിപൂർണമായിട്ട് നിഷേധിക്കുക. അപ്പോൾ അതിനുശേഷം വരുന്ന അതെല്ലാം ഒരു 80-90 കൂടിയാണ് ഈ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു പീരീഡിലാണ് മൊത്തത്തിൽ ഈ വക മേഖലയിലെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടായി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ദളിത് സ്റ്റഡീസിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഒന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഗവേഷണം നടന്നത് ലെയ്ഡൻ യൂണിവേഴ്സിറ്റിക്കാർ നമ്മുടെ നാട്ടിൽ കുറേ അധികം പഠനങ്ങൾ നടന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അവർ കൂടുതൽ അന്വേഷണം നടന്നത്. അപ്പോൾ അവർ നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിലെ ആർക്കൈവ്സുകളും കോഴിക്കോട് കാര്യമായ രീതിയിലില്ല, മദ്രാസിലെ ആർക്കൈവ്സുമാണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ അത് അവർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആരെയും അതിശയിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ചരിത്രകാരന്മാരെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രരചനയും ഒക്കെ അതിശയിപ്പിക്കുന്ന കുറേ ഡേറ്റകളാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് അവർ കണ്ടെടുത്തുകൊണ്ട്. അപ്പോൾ അതിൽ മത്തിയാസ് വാൻ റോസോ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനുണ്ട്, സ്ലേവറി മേഖലയിൽ അന്വേഷണം നടന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ആദ്യം ഒരു ഡേറ്റ വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇതായിരുന്നു, ഒരു ആക്ട് ഇൻ വൺ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റയാണ്. അത് ഈ തുറമുഖങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് ഈ മനുഷ്യരെ വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് എഴുത്തുകളാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രജിസ്റ്ററാണ്. അപ്പം ഒരു അടിമയെ വിൽക്കാൻ വരികയാണെങ്കിൽ അയാളുടെ പേരെന്താണ്, അയാൾ ഏത് നാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ജാതി എന്താണ്, അയാളുടെ പ്രായം എത്രയാണ്, അയാളുടെ പുതിയ പേരെന്താണ്, പഴയ പേരെന്താണ്, അയാളുടെ ഉടമസ്ഥൻ്റെ ജാതി എന്താണ്, ആരാണ് കൊണ്ട് വിറ്റത്, ഏത് രാജ്യത്തേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്, എത്ര രൂപയാണ് വില വരുന്നത്, പുതിയ ഓണർ ആരാണ്, ഇത്രയും ഡീറ്റെയിൽസ് ഉള്ള ഒരു കോളങ്ങൾ മാത്രമുള്ള ഒരു രജിസ്റ്ററുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ അത് കണ്ടെത്തുകയും അത് പരിശോധിച്ച് അതിൻ്റെ ഒരു ഡേറ്റ വിശകലനം ചെയ്തുകൊണ്ട് ചില ലേഖനങ്ങൾ അവർ എഴുതുകയും ചെയ്തു. സ്ലേവറി ആൻഡ് അബോളിഷൻ എന്ന് പറഞ്ഞ് ടൈലർ ആൻഡ് ഫ്രാൻസിസിൻ്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ജേണലുണ്ട്. അതിൻ്റെ അകത്ത് ഇവരൊരു പ്രൈവറ്റ് സ്ലേവ് ട്രേഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ ചെയ്യുന്നുണ്ട്, 2015-ലാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രരചനാ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രരചനാ സങ്കല്പത്തിൽ ഒരിക്കലും ഫിറ്റ് ആകാത്ത കുറേ കാഴ്ചകളാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം ബാക്കി ഇടങ്ങളിലെ പോലെ തന്നെ അല്ലെങ്കിൽ ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണോ ആളുകളെ വിൽക്കുന്നത് അതേ രീതിക്ക് തന്നെ ആളുകളെ പിടിച്ചുകൊണ്ട് വരികയും അവരുടെ പേര് മാറ്റി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള ഒരാൾ പേര് കോരൻ എന്ന് പറഞ്ഞൊരു അടിമനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ കോളത്തിനകത്ത് കോരൻ എന്ന് പേരിടുന്നു. അദ്ദേഹത്തിന് പുതിയ പേരായിട്ട് ഫെബ്രുവരി എന്ന പേര് കൊടുക്കുന്നു. കാര്യം
ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നമ്മുടെ പേരുകൾ ഉച്ചരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മുടെ നാട്ടിലെ ആളുകളുടെ പേരുകൾ മാറ്റിയിട്ട് പുതിയ പേര് കൊടുക്കുന്നു. പിന്നെ അയാളുടെ പ്രായം എഴുതുന്നു, ആരാണ് വിറ്റത് എന്നുള്ള കോളങ്ങളൊക്കെ എഴുതുന്നു. അപ്പം അങ്ങനെ അവർ കുറേ ഡേറ്റ പറയുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഈ സ്ലേവ് മനുഷ്യരെ വിറ്റിരുന്ന ലോക്കൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. 35-40% ഈ മനുഷ്യരെ കൊണ്ട് വിറ്റിരുന്നത് ഈ ഇവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണെന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാൻ തന്നെ. ഈ കൊച്ചിയെ സംബന്ധിച്ച് ഈ ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമാണ്. അദ്ദേഹം ഈ മലബാറിലെ മത്സ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. പിന്നെ കൊച്ചിയുടെ ഒരു ഹിസ്റ്ററിയും അദ്ദേഹം എഴുതുന്നുണ്ട് 1860-കൾ. അപ്പം അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു ഡേറ്റ ഈ ഡച്ച് ഡോക്യുമെൻറ്റിൽ നിന്ന് പറയുന്നുണ്ട്. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങളെല്ലാം ഈ ആളുകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണും 7-ാമത്തെ ദിവസം ഈ അടിമകളെല്ലാം വെളിയിൽ ഇറക്കിയിട്ട് അവിടെ ഞായറാഴ്ച ആരാധനയും നടത്തിയിരുന്ന ഒരു രീതി കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ പുതിയ പഠനങ്ങളുടെ ഡേറ്റയെ നമ്മളെ കാണിക്കുന്നത് ഈ വ്യാപകമായ രീതിയിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഈ ആളുകളെ വിറ്റുകൊണ്ടിരുന്നതിൻ്റെ കുറേ രേഖകളാണ്. ഇവരാണ് പണം വാങ്ങിയിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വരുന്നു. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ വലിയൊരു ഡേറ്റയാണ് അതിൽ കാണിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയും മൗറീഷ്യസിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ പോകുന്ന നിരവധി മലയാളി അടിമകളെ കാണും. പിന്നെ അതിലുപരിയായി ആ ഒരു പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു സങ്കല്പത്തിൽ പ്രധാനമായിട്ട് ഇവിടെ കുറേ താഴ്ന്ന ജാതിക്കാർ കുറേ ആളുകളുണ്ട്. പുലയർ, പറയർ, ചെറുമര് പോലുള്ള അല്ലെങ്കിൽ ഈഴവർ പോലുള്ള കുറേ ജാതികളാണ്. അപ്പോൾ ഇവരെ മാത്രമാണ് വിറ്റിരുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം. എന്നാൽ ഇവരുടെ ഡേറ്റ വെളിയിൽ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് നായന്മാരായിട്ടുള്ള ആളുകളെ വിൽക്കുന്നുണ്ട് എന്ന് തുടങ്ങി കേരളത്തിൽ ഏതൊക്കെ ജാതികളുണ്ടോ അവരെ എല്ലാവരും തന്നെ വിറ്റിരുന്നു. അതായത് മനുഷ്യന് വില എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇപ്പം വിദേശികളെ സംബന്ധിച്ച് ഇവിടെ നായരാണോ പുലയനാണോ എന്നുള്ളൊരു കാര്യമൊന്നും നോക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവർ സ്ത്രീകളെയും കുട്ടികളെയും അത് ഏത് ജാതിക്കാരനാണെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നു, വിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പല കൂട്ടം ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് വിൽക്കപ്പെടുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു പഠനം വരുന്നത് മൊത്തത്തിലൊരു ചലനം ഉണ്ടാക്കുകയാണ്. അതായത് ഇങ്ങനെയും ചില അനുഭവങ്ങൾ കേരളത്തിനുണ്ടെന്നും ഇന്ത്യക്കുണ്ടെന്നും ഒക്കെ ഉള്ളൊരു കാര്യം പറയുന്നു. അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നു സ്ലേവറി നിലനിന്നിരുന്നത്, അപ്പോൾ അതിന് സമമായ രീതിയിൽ തന്നെ കേരളത്തിലും പ്രത്യേകിച്ച് കൊച്ചിയിലും നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ച ഇവർ മുൻപോട്ട് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലും ഇതോടൊപ്പം തന്നെ വരുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഒരു ചരിത്ര രചനയിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ അവരുടെ ഒന്നാമത്തെ ഒരു വോളിയം സബാൾട്ടൻ സ്റ്റഡീസൊക്കെ പോലെ ഒന്നാമത്തെ ഒരു വോളിയം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ദളിത് സ്റ്റഡീസ് എന്നും പറഞ്ഞ്. കെ സത്യനാരായണ, റാംനാരായൺ റാവുത്ത് എന്ന് പറയുന്ന 2 പേരാണ് അതിൻ്റെ എഡിറ്റർമാർ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വോളിയം കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുണ്ട്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സങ്കല്പവുമായി ജേണീസ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യനാരായണ, ഈ റാംനാരായൺ റാവുത്ത്, സനൽ മോഹൻ, ഇങ്ങനെ 3 പേരാണ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരുടെ ഒരു പ്രധാന സങ്കല്പം നമ്മൾ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഹ്യൂമൻ ഡിഗ്നിറ്റി വളരെ പ്രധാനപ്പെട്ട ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് വേണം ചില ആലോചനകൾ നിങ്ങൾ എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും നടത്തുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട അതാണ് മനുഷ്യനെ മാറ്റി തീർക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. സമ്പത്തോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, മനുഷ്യൻ്റെ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണമായി ഇവർ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതായിരിക്കും. ഈ ഗാന്ധിയുടെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വേറെ ഉള്ളൊരു ഓട്ടോബയോഗ്രഫിക്കകത്ത് ഗാന്ധിയെക്കുറിച്ച് പറയുന്ന കടമെടുത്തുകൊണ്ടാണ് അവർ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്, ഫസ്റ്റ് വോളിൽ. അപ്പോൾ ഗാന്ധിയെ നമുക്കെല്ലാം അറിയാം. ഈ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആര് ചോദിച്ചാലും ഗാന്ധിയുടെ പേരാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഗാന്ധിയെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു 40 വയസ്സ് വരെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതായിട്ട് നമ്മൾ ആരും തന്നെ കാണുന്നില്ല. ഒരു സമരത്തിൽ പങ്കെടുത്തുന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമയങ്ങളിൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലോ സമരങ്ങളിലോ പോസ്റ്റർ എഴുത്തോ അല്ലെങ്കിൽ പുസ്തകം എഴുത്തോ അങ്ങനെ ഒന്നും തന്നെ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. അതേസമയം ബാക്കി പല ലീഡേഴ്സിനെ പരിശോധിച്ചാൽ അവരെല്ലാം എന്തെങ്കിലും രീതിയിലുള്ള ഒരു എതിർപ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി നടത്തുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഗാന്ധി വളരെ സമ്പന്നനാണ്, വൈശ്യ കുടുംബത്തിലാണ്, ഇംഗ്ലീഷും മറ്റ് പല ഭാഷകളും ഒക്കെ അറിയാവുന്ന വ്യക്തിയാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളുടെ വക്കീലായി പോകുന്നു. അവിടെ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തി എന്നുള്ളൊരു പേരൊക്കെ ഗാന്ധിക്ക് ലഭിക്കുന്നു. എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ ഗാന്ധി അവിടെ ഒരു ട്രെയിൻ യാത്ര, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ട്രെയിൻ യാത്ര നടത്തുന്നു. 40ാമത്തെ വയസ്സിലാണ് ഗാന്ധി അവിടെ ചെല്ലുന്നത്. ട്രെയിൻ യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ഗാന്ധി ഈ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ കയറി കഴിയുമ്പം
ഒരു വെള്ളക്കാരനായിട്ടുള്ള ഒരാൾ വരികയും ഗാന്ധിയെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ഇറക്കുകയും അവിടെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തെ വെളിയിൽ ഇറക്കി വിടുന്നു. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഒരു വെള്ളക്കാരനാൽ ഗാന്ധി അപമാനിതനായ ആ ഒരു നിമിഷത്തിലാണ് ഗാന്ധിക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. വെള്ളക്കാരും ഇന്ത്യക്കാരും തുല്യരല്ല എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അദ്ദേഹം ആ ട്രെയിനിൽ വെച്ച് ഏറ്റ അപമാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററിയിൽ ഏത് കാര്യം പരിശോധിച്ചാലും അപമാനം, മനുഷ്യൻ്റെ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവർ പ്രധാനമായിട്ട് ചോദിക്കുന്നത്, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് കേവലമായ ഒരു 150-200 വർഷമാണ് ഇന്ത്യയിലെ ഉയർന്ന ജാതിക്കാർ അപമാനിതരായെങ്കിൽ ഏതാണ്ട് 2000 വർഷമായിട്ട് ഇവിടുത്തെ അൺടച്ചബിൾ ജാതിക്കാർ അപമാനിതരായിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചോദ്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തോട് ചോദിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാന സങ്കല്പത്തിൽ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ആലോചന, അംഗീകാരം, ഇക്വാളിറ്റിയെ കുറിച്ചുള്ളൊരു ആലോചനകൾ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം പ്രധാന സങ്കല്പം എന്നുള്ളതാണ് ഈ ദളിത് സ്റ്റഡീസുകാരുടെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അവർ കേന്ദ്രത്തിൽ നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നിറങ്ങിയ പുസ്തകം, സനൽ മോഹൻ സാറിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്നുള്ളതാണ്. സ്ലേവറി എന്നുള്ളൊരു വാക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇമാജിൻ ഇക്വാളിറ്റി എന്നുള്ളൊരു സങ്കല്പമാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. അപ്പം നിലവിലെ ഒരു ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എണ്ണാൻ സാധിക്കുന്ന, കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാരും മറ്റു പല ഹിസ്റ്റോറിയന്മാരും അന്വേഷണം നടത്തിയെങ്കിൽ ഇവർ പ്രധാനമായിട്ടും അങ്ങനെയല്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളെ മാനവും അഭിമാനവും അപമാനവും സമത്വവും എല്ലാം ഇത്തരത്തിലുള്ള ഒരു ഇമാജിനേഷനും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരു നിരീക്ഷണം വെക്കുകയും അങ്ങനെ ഇവരും പ്രധാനമായിട്ടും സ്ലേവറി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ട് എന്നുള്ളൊരു ആലോചന പ്രധാനമായും മുൻപോട്ട് വെക്കുകയാണ് ഈ ദളിത് സ്റ്റഡീസിൻ്റെ സംഘം ആളുകൾ. അപ്പോൾ കാരണം ഇതാണ്, അതായത് ബാക്കി എല്ലാ ചരിത്രരചനയിലും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട്, ഇതൊരു അനുഭവമായിട്ട് ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാനോ അവരുടെ ചില സൈദ്ധാന്തികപരമായിട്ടുള്ള ചില പിടിവാശികളൊക്കെ ആയിരിക്കും. എന്തു തന്നെയായാലും ബാക്കി ഒരു ഹിസ്റ്റോറിയന്മാരും അല്ലെങ്കിൽ ബാക്കി ഒരു ചരിത്രരചനാ സ്കൂളുകളും സ്ലേവറിയെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്നേരമാണ് ഈ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിലെ ചില അധ്യാപകരുടെ പ്രോജക്റ്റുകളും അതുപോലെ ദളിത് സ്റ്റഡീസിൻ്റെ ചില പഠനങ്ങളും വരുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് ആര് ചരിത്രം എഴുതിയാലും സ്ലേവറിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ലേവറി ഇല്ല എന്നൊരു നിരീക്ഷണം ഒരു ഹിസ്റ്റോറിയന്മാർക്കും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ രാജൻ ഗുരുക്കൾ, ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അപ്പോൾ അദ്ദേഹം ഒരു 1.5 വർഷം മുൻപ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കേരളത്തിലെ സ്ലേവറിയെക്കുറിച്ച് ഒരു ലേഖനം മാതൃഭൂമിയിൽ എഴുതുന്നുണ്ട്. വിദേശത്തെ, എനിക്കൊന്ന് ജർമ്മനിലെ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പോയി സ്ലേവറിയെ സംബന്ധിച്ചുള്ളൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നീട് പേപ്പറൊക്കെ ആയിട്ടൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, അത് ഹിസ്റ്ററിയെ സംബന്ധിച്ചുള്ളൊരു പ്രധാന ഒരു ഗുണവും അത് തന്നെയാണ്. അത് നമ്മൾ സ്വയം പുതുക്കുകയും അതിൻ്റെ പുതിയ സോഴ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതൊരു വേറൊരു രീതിയിൽ പരിഷ്കരിക്കപ്പെട്ട് മാറുകയാണ്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അനുഭവം വളരെ ഇതിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. നമ്മുടെ പുതിയ ചില ഗവേഷണങ്ങളും ഈ പ്രാദേശിക അടിമ ചന്തയെക്കുറിച്ചൊക്കെ ഉള്ള ചില എഴുതപ്പെട്ട രേഖകളൊക്കെ നമുക്ക് ലഭിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ കോഴിക്കോടിനെ കുറിച്ചൊക്കെ ചില ആളുകളൊക്കെ എഴുതുന്നുണ്ട്. കോഴിക്കോടൊക്കെ ഒരാൾ കാണുന്നുണ്ട് 400 പേരുമൊക്കെ ആയിട്ട് കപ്പലുകൾ അടിമകളുമായിട്ട് പോകുന്ന അതിനെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ മാഹിക്കാരനായിട്ടുള്ള അസനലി എന്ന് പറഞ്ഞ ഒരാളെ കോടതിയിൽ, തലശ്ശേരി കോടതിയിൽ വിചാരണ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസനലി തന്നെയാണ് 400 ആളുകളെ ഇങ്ങനെ ഇവിടുത്തെ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി ഈ റിക്രൂട്ട് ചെയ്ത് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അങ്ങനെ പല ആളുകളും ഈ കേരളത്തിൽ ഈ മനുഷ്യരെ വിറ്റുകൊണ്ടിരുന്നതിൻ്റെ രേഖകൾ, പ്രത്യേകിച്ച് കോടതിയിലുള്ള വ്യവഹാരങ്ങളൊക്കെ നമുക്ക് ഇന്ന് പല പഠനങ്ങളിലൂടെയൊക്കെ അപ്പം അത്തരത്തിലുള്ള മേഖലകളിൽ ചെറിയ രീതിയിലുള്ള സംഭാവന എനിക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത്, കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ സ്ലേവറി എന്ന് പറഞ്ഞൊരു സങ്കല്പം മാറ്റി നിർത്തപ്പെട്ടിരിക്കുക. അതായത് ഇല്ല എന്നുള്ളത് വെറുതെ പറയുക എന്നുള്ളതല്ല, അതിന് ചില സൈദ്ധാന്തികപരമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ സങ്കല്പം എങ്ങനെയാണെന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്തിരുന്നു. അതിനുള്ളിൽ നമ്മുടെ നാട്ടിലെ ജാതി അനുഭവങ്ങൾ ഫിറ്റാകത്തില്ല എന്ന കാരണമാണ് അവർ വെക്കുന്നത്. എന്നാൽ അതിനുശേഷം വരുന്ന പല പഠനങ്ങളാണ് ഇതിനെ മാറ്റിമറിച്ചുകൊണ്ട് അങ്ങനെയല്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും വളരെ ശക്തമായ രീതിയിൽ നിലനിന്നിരുന്നു എന്നുള്ളതിനെ അപ്പം ഇതിനോടനുബന്ധമായി നമ്മുടെ ഈ പുസ്തകത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ തന്നെയായിരുന്നു. അതായത് നമ്മളൊരു മാർക്സിസ്റ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ കാണാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്ലേവറിയെക്കുറിച്ച് ഒരു ഡിബേറ്റ് നമ്മൾ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കാണുന്നു.
ഇപ്പോൾ ഫൂലയുടെ ഈ വർക്ക് വരുന്ന സാഹചര്യത്തിൽ കാസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു അന്വേഷണമുണ്ട്. അതിനുശേഷം ഇത് കാര്യമായ രീതിയിൽ ഒരു ഡിസ്കഷനായി വരുന്നത് പിന്നീട് ലാലാ ലജപത് റായ് ആണെന്ന് തോന്നുന്നു ഒരു സ്ലേവറിയെക്കുറിച്ചൊരു ലേഖനമാണ് പുസ്തകമാണെന്നൊരു സംശയമുണ്ട്, എഴുതുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനേക്കാൾ നമ്മുടെ നാട്ടിലെ ഇതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥ ഈ അറ്റ്ലാന്റിക് സ്ലേവറിയുമൊക്കെ ബന്ധപ്പെട്ടുണ്ടെന്നും ബ്ലാക്സിനുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതുന്നു. അപ്പോൾ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അംബേദ്കർ ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ആർട്ടിക്കിളുടെ പുസ്തകത്തിലൊരു അധ്യായം ഇതിനെക്കുറിച്ച് തന്നെയാണ് അംബേദ്കറിന്. എനിക്ക് തോന്നുന്നു 10ാമത്തെ വോളിയാണ് ഇംഗ്ലീഷ് വരുന്നതിനകത്ത്. അപ്പം അതിൽ അംബേദ്കർ ആ സമയത്ത് ഒരു ഡിസ്കഷനെ കുറിച്ച് അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെ ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് പറയുന്നത് ഈ സ്ലേവറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇന്ത്യയിൽ ഇല്ല എന്ന ഒരു വാദം അംബേദ്കറിൻ്റെ സമയത്ത് തന്നെ ഒരു തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ആ കാലത്തെ ഈ ഹിന്ദുത്വ ബുദ്ധിജീവികൾ വളരെ കാര്യമായ രീതിയിൽ ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു കൊളോണിയൽ പ്രോഡക്റ്റാണ്, ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് ഈ സ്ലേവറി ഇമാതിരി പ്രവർത്തനങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആലോചനകൾ ഇവർ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അംബേദ്കർ ഒരു നിരീക്ഷണം മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ അംബേദ്കർ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സ്ലേവറി എന്ന് പറയുന്നത് ഈ ഓരോ മനു വളരെ കൃത്യമായിട്ട് ഇത് അനുവദിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നും പല വ്യത്യസ്ത മനു ആണ് വരുന്നത്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇതിനെ അനുകൂലിച്ചിരുന്നതും ഇത് നടപ്പിലാക്കണമെന്നുള്ളൊരു വാദമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതും ബ്രിട്ടീഷുകാരുടെ ഭരണം വരെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവരിങ്ങനെ നിയമപരമായി നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് സ്ലേവറിയെ നിരോധിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഈ ബ്ലാക്സിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു ഡിസ്കഷനിലേക്കാണ് അംബേദ്കർ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ ഒരു അനുഭവം ഈ കേവലമായ ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കാണും. അതായത് ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ അനുഭവം സ്ലേവറി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ അനുഭവം ഒരു ഹിന്ദുത്വ സൃഷ്ടിയാണെന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ അത് ഇല്ല എന്നുള്ളൊരു വാദം ഇവർ നിരന്തരമായി ഇത്തരത്തിലുള്ള മാർക്സിനെ ഒന്നും വായിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഈ വക കാര്യങ്ങൾ കാണുന്നത്. ഈ ഇവിടുത്തെ ലോക്കൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബുദ്ധിജീവികൾ ഈ സ്ലേവറി ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ആദ്യ സമയങ്ങളിൽ മാർക്സിനെ ഒന്നും വായിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. പിന്നീട് വരുന്ന നമ്മളൊരു സെക്കൻഡ് ഫേസിലാണ് ഈ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരുടെയും ഹിസ്റ്റോറിയന്മാരുടെയൊക്കെ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയന്മാരുടെയൊക്കെ ആലോചനകൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ നമ്മളെപ്പോഴും പറയുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു നൂറ്റാണ്ടുകളായിട്ട് അവരിതില്ല എന്നാണ് ഇങ്ങനെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടന്നിരുന്നത്. ഇന്ത്യക്ക് പറയാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ സ്ലേവറി ഉൾപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയം ആണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ പറഞ്ഞ പോലെ മാതൃഭൂമിയിൽ എഴുതിയ സമയത്ത് 2-3 ലേഖനങ്ങൾ ഇങ്ങനെ സ്ലേവറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നത്. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇതിന് മറുപടി എഴുതുന്നത് അല്ലെങ്കിൽ ഇതിന് മറുപടി വരുന്നത് കേസരിക്കകത്താണ് ഇവർ എഴുതുന്നത്. അപ്പം നമ്മൾ എഴുതിയ സാധനം ഈ അടിമത്തത്തെക്കുറിച്ച് കേരളത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിന് A to Z അവരിങ്ങനെ അല്ലായിരുന്നു, ഇവിടെ എന്തോ സ്വർഗരാജ്യമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരിത് മറുപടി എഴുതിക്കൊണ്ടിരിക്കും. അന്നേരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതായത് ഈ ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ ഈ സ്ലേവറി പോലുള്ള എക്സ്പീരിയൻസുകൾ ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ഇവരെ സംബന്ധിച്ച് ഇവർ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ സ്ലേവറി പോലുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനെ അവർ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായി മാറിയിരിക്കും. അപ്പോൾ ഇത്തരം ഒരു പുസ്തകത്തിനെ സംബന്ധിച്ചും എനിക്കൊന്നും ഇതിൻ്റെ മലയാളം ചില ആളുകൾ ഇറക്കിയിട്ടുണ്ടെന്ന് മൈത്രി ബുക്സിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിന് ചില പങ്കുണ്ടെന്നും നമ്മുടെ ഇത്തരത്തിലുള്ളൊരു സംഭാഷണങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ലേവറി പോലുള്ളൊരു സങ്കല്പത്തെ മുൻനിർത്തി നമ്മുടെ ഏതൊരു ഡിസ്കഷനും അത് ഇവിടുത്തെ ഒരു അധികാരവർഗത്തിനെയും പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെയും ചലഞ്ച് ചെയ്യുന്നതാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഞാൻ വേറെ മറ്റ് എക്സ്പീരിയൻസുകളോ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ലേവറിയുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, വായിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഇങ്ങനത്തെ ചരിത്ര രചന സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ഇതിനെ ഒഴിവാക്കി നിർത്തുകയാണ്. കേവലമായി ഒഴിവാക്കി എന്നുള്ളൊരു വാദം നമുക്കൊരിക്കലും മുൻപോട്ട് വെക്കാൻ പറ്റത്തില്ല. അതിന് അവരുടേതായിട്ടുള്ള ചില സിദ്ധാന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിനെ ഇപ്പം അത് മറികടന്നിരിക്കുകയാണ്. പുതിയ ചില പഠനങ്ങളും തെളിവുകളും വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സങ്കല്പം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. ഇതില്ലാതെ അല്ലെങ്കിൽ ഇതിനെ പറയാതെ നമുക്ക് കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും ഒരു ചരിത്രരചന സാധ്യമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്ലേവ് ട്രേഡും ഇൻഡൻഷ്വർഡ് ലേബറും പിന്നെ സ്ലേവറിയും 3 തരം ഉണ്ടല്ലോ.
സ്ലേവറിൻ്റെ ഇത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അതിൽ വെച്ചിട്ട് ദളിത് സ്റ്റഡീസ് ആണ് നിങ്ങൾ പറഞ്ഞത് ഒരു കുറച്ചും കൂടി 4 years, അതായത് റീസെൻറ്റ് കോൺട്രിബ്യൂഷൻ ഇതിലുള്ളത്. അതായത് ഓരോ ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷൻ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിന് ഉണ്ടായ ഒരു കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റീസെർച്ച് നടന്നത് ദളിത് സ്റ്റഡീസിലാണ് ആണ് തോന്നുന്നത് എനിക്ക്, ഞാൻ മനസ്സിലാക്കിയ പോലെ. അപ്പോൾ ഈ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി പറഞ്ഞു തരാൻ പറ്റുമോ? എസ്പെഷ്യലി ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലോട്ടുണ്ടായ ഇൻഡെൻഷേർഡ് ലേബറേഴ്സിൻ്റെ മുകളിലൊരു ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, അതല്ലെങ്കിൽ സ്ലേവറി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വെസ്റ്റിലാണുള്ളത്, പക്ഷെ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ജാതി ഉണ്ട്. ഇപ്പം എങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ പറഞ്ഞു, നായന്മാരും ഓൾ കൈൻഡ്സ് ഓഫ് കാസ്റ്റ് ജാതിയിലുള്ള ആൾക്കാർ സ്ലേവറിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർസെക്ഷൻ കുറച്ചും കൂടി ക്ലാരിറ്റി. ഓക്കെ, ദളിത് സ്റ്റഡീസിന് അവർ അല്ല കൂടുതൽ ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു അന്വേഷണമാണ് ഏറ്റവും കൂടുതൽ ഈ വക ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കേരളം അതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്നത് എന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് നമ്മുടെ ഒരു കോൺടാക്റ്റിൽ ഈ സനൽ മോഹൻ സാറാണ് ആ ഒരു പഠനം ദളിത് സ്റ്റഡീസിൻ്റെ അത് 1-2 വോളിയങ്ങളെ വന്നിട്ടുള്ളത് ആ പടം. പിന്നെ ജയശീലൻ അത് പ്ലാന്റേഷൻ സെക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇവിടെ നടന്നൊരു അനുഭവങ്ങൾ എന്തായിരുന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ നോക്കുന്നത്. ഈ ദളിത് സ്റ്റഡീസിൻ്റെ ആളുകൾ പ്രധാനമായും മുൻപോട്ട് വെച്ചത് ഈ ഓറൽ ഹിസ്റ്ററിക്കകത്ത് എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ നിരവധി അടിമ കച്ചവടത്തിനെ സംബന്ധിച്ചുള്ള നിരവധി രേഖകളുണ്ട്. സ്ലൈവ് ട്രാൻസാക്ഷൻ ഡീഡുകൾ ഇഷ്ടംപോലുണ്ട്. തമിഴിലും മലയാളത്തിലും ആണ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ കുറേ ഭാഗങ്ങൾ തമിഴായതുകൊണ്ട്. അപ്പം ഇതിനെ വായിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട രീതി. ഹിസ്റ്റോറിയനെ സംബന്ധിച്ച് നമ്മൾ ഒരു രേഖ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ലൈവ് ട്രാൻസാക്ഷൻ ഡീഡ് എടുക്കുന്നു, അത് രാജൻ ഗുരുക്കൾ നോക്കുമ്പം ഇപ്പം കോഴിക്കോട് ഇന്ന സ്ഥലത്ത് നിന്ന് 2 പറയ സ്ത്രീകളെയും അവരുടെ 5 മക്കളെയും ഇന്ന കോഴിക്കോട് നിന്ന് ബാലുശ്ശേരിയിലേക്ക് ഇത്ര അണക്കി വിറ്റിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രേഖ. അപ്പോൾ അത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ നിലവിൽ വായിച്ചിരിക്കുന്നത് ഇതിനെ ഒരു ലേബർ ഡിസ്ട്രിബ്യൂഷനാണ്. ഈ രേഖയെ വായിക്കുന്നത് ഇത് തൊഴിലാളി വിതരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവരെ പണിയെടുക്കുന്നത്, അതായത് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യരെ വേറൊരാളുടെ കീഴിൽ, വേറൊരു ജന്മിയുടെ കീഴിൽ പണിയെടുക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് എന്നൊരു വായനയാണ് അവർ ആ സ്ലൈവ് ട്രാൻസാക്ഷൻ വായിക്കുന്നത്. അതേസമയം ഇപ്പോൾ സനൽ മോഹൻ സാറ് വായിക്കുമ്പോഴത്തേന് ഇത് പറയുന്നത് അങ്ങനെയല്ല, ഇത് മനുഷ്യക്കച്ചവടമാണ്, ഇത് അടിമത്തം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ് ഈ രേഖ. കാരണം അവരുടെ ഫാമിലിയെ സെപ്പറേറ്റ് ചെയ്യുന്നു, അപ്പനെയും അമ്മേനെയും മക്കളെയും പല ഇടങ്ങളിലേക്കാണ് വിൽക്കുന്നത്, അവരുടെ അനുവാദമില്ലാതെയാണ് വിൽക്കുന്നത്. ഇവരുടെ വിൽപ്പനയും വാങ്ങലുകൾക്കും ഇവർക്ക് യാതൊരു റൈറ്റും ഇവർക്കില്ല. അപ്പോൾ പരിപൂർണമായി ഇവർ വേറൊരു മൃഗത്തിനെ വിൽക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് ഇവരെ വിറ്റിരിക്കുന്നത് എന്നുള്ളത് ഈ സെയിം രേഖയിലൂടെ ഇവരും വായിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു വായനയാണ് ഈ ദളിത് സ്റ്റഡീസിൻ്റെ ആളുകൾ വ്യാപകമായി നടത്തുന്നത്. അത് പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതല്ല എന്ന് ഉള്ള ഇവരുടെ ചില ആലോചന, ഇപ്പം നമ്മുടെ ചരിത്ര രചനയിൽ മാർക്സിസ്റ്റുകാരുടെ അല്ലെങ്കിൽ മറ്റ് പല ഹിസ്റ്റോറിയന്മാരുടെയൊക്കെ ഒരു ചരിത്ര രചനയിൽ പ്രധാനപ്പെട്ടതല്ല എന്നുള്ളൊരു സോഴ്സ് എന്നുള്ള രീതിയിലാണ് സ്വാഭാവികമായിട്ട് ഓറൽ ഹിസ്റ്ററിയെ പോലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളാണ് ഇവർ പ്രത്യേകിച്ച് ഇങ്ങേരുടെ പഠനങ്ങൾ, ഈ ചമാർസിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അദ്ദേഹം സത്യനാരായണ എന്ന് പറഞ്ഞ്, അപ്പം അവർ ചെരുപ്പ് കുത്തി ഇത്തരം തോലുമൊക്കെ ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളിലൂടെ അവർ ഈ ആർക്കൈവ്സിലെ രേഖകൾ വെച്ചിട്ട് ഇവരെങ്ങനെയാണ് സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്, ഇവരെങ്ങനെയാണ് ആധുനികതയും ഈ സ്ലേവറി പോലുള്ള അനുഭവങ്ങളെയൊക്കെ മറികടന്നു വന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായും മുൻപോട്ട് വെക്കുക. ഇപ്പോൾ വേറൊരു ഉദാഹരണമായിട്ടൊരു സംഭവം സൂചിപ്പിച്ചാൽ, ഈ മിഷണറി റിപ്പോർട്ടുകളെ ക്രിട്ടിക്കലായിട്ടാണ് ഇവർ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ ഇവരെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ മുൻപോട്ട് വെക്കുന്നത് ദളിത് സ്റ്റഡീസിൻ്റെ ആളുകൾ. ഇപ്പം കോട്ടയത്തെ ഒരു സംഭവം പറഞ്ഞാൽ, ഇപ്പോൾ 1860-കളിലൊക്കെ നടന്ന ഒരു റിപ്പോർട്ടാണ്. കോട്ടയത്ത് CMS കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അപ്പോൾ ആ കോളേജിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളാണ് പഠിപ്പിക്കുന്നത്. സിറിയൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ നായന്മാരുമായിട്ടാണ് ഉള്ള അവരെ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയാണ് കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ആ കോളേജ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്തതിന് ശേഷം ഒഴിവ് സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമൊക്കെ അവർ അതിന് സമീപ സ്ഥലങ്ങളിലെ പാടശേഖരങ്ങളിലും ഈ താഴ്ന്ന ജാതിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് അവരോട് സുവിശേഷങ്ങളെക്കുറിച്ച് പറയുക, ബൈബിളിനെക്കുറിച്ച് പറയുക, അതുപോലെ തന്നെ അവരെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുക തുടങ്ങിയ പണികളൊക്കെ ചെയ്യും. എന്നിട്ട് അവരെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന രീതി.
അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ഈഴവരും പുലയരുമായിട്ടുള്ള ആളുകളാണ് ഈ കോട്ടയത്തിന് സമീപ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർ കൊമരകം, ചെങ്ങളം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഈ കൊമരകത്ത് ഒരു സംഭവമാണ് ഈ റിച്ചാർഡ് കോളിൻസ് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ എഴുതുന്നത്. 60കളിൽ നടന്നൊരു സംഭവമാണ്. അപ്പം ഈ കൊമരകത്ത് ഇവർ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു പാടശേഖരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൂപ്പനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ലീഡറായിട്ടുള്ളൊരു പ്രായം ചെന്ന ഒരാൾ കാണും. അപ്പോൾ അയാളോട് കാര്യങ്ങൾ സംസാരിക്കുകയും അയാളെ ക്രിസ്ത്യാനി ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ ക്രിസ്തുമതം സ്വീകരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക് ലോജിക്ക്. അപ്പോൾ അങ്ങനെ ഇവർ ഈ കൊമരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നു, ഈ സായിപ്പന്മാരും ഈ സ്റ്റുഡൻസും ചെല്ലുന്നു. അപ്പോൾ അവരവിടെ ചെന്ന് അവിടെ ഒരു ലീഡറിനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ തമ്പി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, അതിന് ആദ്യത്തെ പേരെന്നാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ തമ്പി മൂപ്പനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ നിരന്തരം സംസാരിക്കും. ഓരോ ശനി ഞായറും മറ്റ് അവധി ദിവസങ്ങളിലെല്ലാം ഇവരിങ്ങനെ തമ്പി മൂപ്പനെ കണ്ടിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തമ്പി മൂപ്പന് താല്പര്യം തോന്നുന്നു. തമ്പി മൂപ്പൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം, ഞാൻ ക്രിസ്ത്യാനിയാകാം എന്നുള്ളൊരു കാര്യം തമ്പി മൂപ്പൻ തിരിച്ചറിയിക്കും. അപ്പം ഇവർക്ക് വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഇവരുടെ വലിയ മിഷണറിയൊക്കെ ആയിട്ട് ഇവർ തമ്പി മൂപ്പൻ്റെ അടുത്തോട്ടിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനുമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. തമ്പി മൂപ്പന് 2 ഭാര്യമാരുണ്ട്. അപ്പോൾ 2 ഭാര്യമാരുമായിട്ട് ഒരിക്കലും ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഭാര്യനെ ഉപേക്ഷിക്കണം, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. തമ്പി മൂപ്പൻ 2 ഭാര്യമാരിൽ ഒരാൾ നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവരെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. അവർക്കാണെങ്കിൽ അവർ രോഗിണിയാണ്. അവർക്ക് പണിക്കൊന്നും പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ്. അങ്ങനെ ആകെ അവശ നിലയിലാണ് അവർ. 2ാമത്തെ ഭാര്യയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, സുന്ദരിയാണ് അവരെ കാണാൻ. അവർക്ക് 2 ആൺമക്കളുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, പണിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തമ്പി മൂപ്പൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2ാമത്തെ ഭാര്യനെ അങ്ങ് കല്യാണം കഴിക്കുക, ആദ്യത്തെ ഭാര്യനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ തമ്പി മൂപ്പൻ തിരിച്ച് മറുപടി പറയുന്നില്ല, ഞാൻ ആദ്യത്തെ ഭാര്യനെയാണ് സ്വീകരിക്കുന്നത്, 2ാമത്തെ ഭാര്യനെയാണ് ഉപേക്ഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ആദ്യ ഭാര്യനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൾ അനാഥയായി മാറും. കാര്യം അവൾക്ക് പണിക്ക് പോകുന്നതിന് ആരോഗ്യമില്ല, അവളെ നോക്കുന്നതിന് മക്കളില്ല. അതേസമയം 2ാമത്തെ ഭാര്യയാണെങ്കിൽ അവൾക്ക് സൗന്ദര്യമൊക്കെ കൊണ്ട് അവൾക്ക് വേറൊരു കല്യാണം നടക്കാൻ സാധ്യതയുണ്ട്. അവൾക്ക് കല്യാണം നടന്നില്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകാൻ ആരോഗ്യമുണ്ട്. അതും സാധിച്ചില്ലെങ്കിൽ അവൾക്ക് 2 ആൺപിള്ളേരുണ്ട്, അവർ നോക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മിഷണറി ടെക്സ്റ്റ് അവിടെ തീരുക. അപ്പോൾ ഈ ദളിത് സ്റ്റഡീസിൻ്റെ അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഇവിടെ ആരാണ് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്തത് ഈ യൂറോപ്പിലെല്ലാം പഠിച്ചിട്ട് വന്ന അല്ലെങ്കിൽ CMS കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മിഷണറിമാരും യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളാണോ, എങ്ങും പോകാതെ കിടക്കുന്ന കണ്ടത്തിൽ മാത്രം അല്ലെങ്കിൽ പാടശേഖരത്തിൽ മാത്രം താമസിച്ച തമ്പി മൂപ്പനാണോ ഈ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റകൾ വെച്ചിട്ട് ഇമാതിരി ചില ചോദ്യങ്ങളാണ് നമ്മൾ സ്ലേവറി പോലുള്ള എക്സ്പീരിയൻസിൽ ഇപ്പം ഈ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യം. അതായത് ഫാമിലി എന്ന് പറയുന്ന ഒരു സങ്കല്പം, അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണെങ്കിൽ പോലും ഇത് എങ്ങനെയാണ് ഈ കാണാതിരിക്കുന്നത്. ഇവിടുത്തെ ഹിസ്റ്റോറിയന്മാർ, മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയന്മാർ ഈ ആളുകളെ വിൽക്കുന്നതിനെ വളരെ ഈസി ആയിട്ട് ലേബർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് സാധ്യമല്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇവരെ പ്രവചിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഇവരൊരു സ്ലേവറിയുടെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നടന്ന ലോക്കൽ സ്ലേവ് ട്രേഡിൻ്റെ അകത്ത് എങ്ങനെയാണ് മനുഷ്യരുടെ ഒരു എക്സ്പീരിയൻസ് നിലനിന്നത്, ഇതിനെ നമുക്ക് സ്ലേവറി എന്ന് വിളിക്കാം എന്ന ഒരു നിരീക്ഷണമാണ് ഇത്തരത്തിലുള്ള കുറേ ചെറിയ ചെറിയ നോട്ടുകളും ആർക്കൈവൽ രേഖകളും ഓറൽ ഹിസ്റ്ററീസും കൊണ്ട് അവർ അത് ഇങ്ങനെ നെയ്ത് കൂട്ടുന്നൊരു പണിയാണ് നമ്മൾ ദളിത് സ്റ്റഡീസിൻ്റെ അകത്ത് കാണും. മറ്റേത് സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ റേഞ്ചിലേക്ക് പോവുകയാണ്. അവിടെ തന്നെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പം 2-3 ഫേസിൽ വിദേശത്തേക്ക് പോകണം. ആദ്യ സമയങ്ങളിൽ ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വരുന്ന സമയങ്ങളിൽ പക്ക സ്ലേവ് എന്നുള്ള നിലയ്ക്ക് തന്നെ ആളുകളെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അതിനുശേഷം സ്ലേവറി നിരോധിച്ചതിന് ശേഷം ഇൻഡെഞ്ചേർഡ് ലേബർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതിനായിപ്പം എനിക്കൊന്ന് ഹ്യൂജ് ടിങ്കർ എന്നൊക്കെ പറഞ്ഞ ഹിസ്റ്റോറിയനൊക്കെ വിളിക്കാൻ ന്യൂ സിസ്റ്റം ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞൊരു ടേമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ അവസ്ഥകൾ തന്നെ അവർ പണിയൊക്കെ എടുക്കുന്നു, പക്ഷേ അവർക്ക് ചില കൂലി കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വ്യത്യാസമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയും ഇതേ രീതിക്ക് തന്നെ പ്ലാന്റേഷൻ സെക്ടറുകൾ ഈ സ്ലേവറി അബോളിഷൻ ചെയ്തതിന് ശേഷമാണ് വ്യാപകമായ രീതിയിൽ വരുന്നത്, കിഴക്കൻ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ. അപ്പോൾ അവിടെയും ചെറിയ രീതിയിലുള്ള കൂലിയെക്കുറിച്ചുള്ള ഒരു ആലോചനയും കൂലി കൊടുക്കുന്നതുമായിക്കട്ടെ നമ്മൾ കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് നമ്മുടെ ഇവിടെ നടന്ന ഇമാതിരി ഉണ്ടായ ഒരു വ്യത്യാസത്തെക്കുറിച്ച് കാര്യമായ രീതിയിൽ അങ്ങനെ അന്വേഷണങ്ങൾ നടന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വന്നെങ്കിലുള്ളൂ ഇപ്പം അലി ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു കൃത്യമായ ഒരു മറുപടി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കേരളയിൽ നിന്ന് സ്ലേവ് ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ സ്ലേവ്സിനെ കുറിച്ച് എന്താ നമുക്കറിയാം? ലൈക്ക് അവർ ലൈക്ക് കാസ്റ്റ് ബേസിസിലാണോ അല്ലെങ്കിൽ ഇസ്ലാമിക്കലി സ്ലേവറി ഇൻ സർട്ടൺ കോണ്ടെക്സ്റ്റ് സമ്മതിക്കുന്ന കാര്യമല്ല, അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ സ്ലേവ് ട്രേഡ് നടന്നത് എന്നുള്ളത്?
വിദേശത്തേക്ക് പോയത് തന്നെ. ആ വിദേശത്തേക്ക് എന്തൊരു ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ ഈ ചെയ്ത ആൾക്കാർക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഓൾറെഡി യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്നു. ഇവിടെ വരുന്ന സാഹചര്യത്തിൽ മറ്റിടങ്ങളിൽ ഇവർക്ക് ഓടിച്ചിട്ട് ആളുകളെ പിടിക്കണം, അല്ലെങ്കിൽ അവർക്ക് ചില കാടുകളിലും ഗോത്രങ്ങളിലും ഒക്കെ അവർ വലിയ ആക്രമണമൊക്കെ നടത്തിയിട്ടൊക്കെയാണ് പിടിച്ചുകൊണ്ട് വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണാം. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് കുറേ പേര് സ്ലേവ് എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഓൾറെഡി ഒരു മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്, ഒരു സ്ലേവ് മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി ആളുകളെ വാങ്ങിച്ചുകൊണ്ട് വരിക എന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ എണ്ണം ഭയങ്കരമായി കൂടുകയാണ് പിന്നീട്. ഈ ആളുകളുടെ ഒരു ഡിമാൻഡ് കൂടുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത്. കേപ്പ് ടൗണിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അങ്ങോട്ടേക്ക് വിൽക്കുന്നതിൻ്റെ ഒരു എണ്ണം ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള. പിന്നെ മൗറീഷ്യസിലേക്ക്, മലബാർ ടൗൺ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലപ്പേര് തന്നെ മൗറീഷ്യസിലൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടുന്ന് പോയ സൗത്തിൽ നിന്ന് പോയ ആളുകളെല്ലാം കൂടെ താമസിക്കുന്നുണ്ടാണ്. ഇവിടത്തെ ഒരു രീതി ഭയങ്കര ഈ അടിമയാക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെയാണ് ഞാൻ അന്വേഷിച്ചൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതായിരുന്നു. ഈ ഓൾറെഡി ആദ്യം സൂചിപ്പിച്ച താഴ്ന്ന ജാതിക്കാരെ കുറേ പേരുണ്ട്, അവർ ഓൾറെഡി അടിമകളാണ്. അപ്പോൾ ഈ നായന്മാരെയൊക്കെ എങ്ങനെയാണ് വിറ്റത് എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട സംശയമായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഇതേ റിപ്പോർട്ടുകൾക്കകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ജാതി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും പരിപൂർണമായി വ്യത്യാസപ്പെട്ട ജാതി ആചാരം നിലനിന്നിരുന്നത് മലയാളികൾക്കിടയിലായിരുന്നു എന്നുള്ളതാണ് എല്ലാവിധ സോഷ്യോളജിസ്റ്റുകളും നിരീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലായിടങ്ങളിലും ജാതിയും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഭയങ്കര വയലൻസും ഭയങ്കര ശക്തമായ രീതിയിലും പ്രാക്ടീസ് ചെയ്തിരുന്നത് കേരളത്തിലായിരുന്നു, മലയാളികളായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അപ്പം മലയാളികൾക്കിടയിൽ ഒരു ഐത്തത്തെക്കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും കുറേ രീതി ഉണ്ടെങ്കിൽ ഒരു ബേസിക്കായിട്ട് ഒരു മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഒരു ഉയർന്ന ജാതിക്കാരൻ ഒരു താഴ്ന്ന ജാതിക്കാരനെ കണ്ടാൽ തീണ്ടലായി. ഇപ്പോൾ ഒരു നായർ ഒരു പുലയനായിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തീണ്ടലായി. പക്ഷേ ആ തീണ്ടൽ നായർ കണ്ടതിൻ്റെ പേരിൽ നായർ പോയി വെള്ളത്തിൽ പോയി കുളിക്കുകയോ അല്ലെങ്കിൽ 2-3 കുടം വെള്ളം തലയിൽ ഒഴിക്കുകയോ, ഇപ്പോൾ പൂണൂലൊക്കെ ഉള്ളൊരു ജാതിയാണെങ്കിൽ പൂണൂലും ആരും ഒക്കെ കഴിഞ്ഞാൽ പുള്ളി ഓക്കെ ക്ലീനായി ശുദ്ധനായി. ഇനി ഒരു നായർ ഒരു പുലയനെ തൊട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്, തീണ്ടലായി, പൊല്യൂട്ടഡായി. അന്നേരവും പരിഹാരക്രിയകളുണ്ട്. അപ്പം ഈ ഉയർന്ന ജാതിക്കാരൻ പോയി ചില ഇതിൽ രക്തം കയ്യിലെ ഇന്ന വിരലിൽ നിന്ന് 2-3 തുള്ളി രക്തം കളയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സോൾവ് ആകും വിഷയം. അതേസമയം ഒരു നായർ ഒരു പുലയൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന് പരിഹാരക്രിയയില്ല, അയാൾ എന്നേക്കുമായിട്ട് ഇതിൽ നിന്ന് ഔട്ടാവുക. അപ്പോൾ ആ സമയത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പുലയരുടെ കൂടി ഇരുത്തി ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ചോറ് കഴിപ്പിക്കും. ചോറ് കഴിപ്പിക്കുന്നതോടുകൂടി പിന്നെ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഇവർ ഔട്ടാണ്, ഇവർക്ക് അതിന് പരിഹാരമില്ല. പിന്നെ ഇവരെ വളരെ ഈസി ആയിട്ട് വിൽക്കുകയാണ്. അപ്പോൾ ഈ അഞ്ചരക്കണ്ടിയിൽ ഒരു കേസിൻ്റെ അകത്ത് ഒന്നല്ല ഒരു 8-10 പേര് നിന്ന് തലശ്ശേരി കോടതിയിൽ നിന്ന് പറയുന്നു, നായന്മാരും തീയരും അങ്ങനെ പല ജാതിക്കാരാണ്. അപ്പോൾ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, കാര്യം ഞങ്ങൾ പുലയറുടെ കൂടി ഇരുന്ന് ചോറുണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പന്തിഭോജനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോണ്ടക്സ്റ്റ് ഇതാണ്. അതായത് അതായത് ജാതിയുമായി ബന്ധപ്പെട്ട വേറെ എന്ത് സംഭവത്തിനും പരിഹാരക്രിയയുണ്ട്, നിങ്ങളുടെ ജാതി നഷ്ടപ്പെടത്തില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ജാതി നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ഒരിക്കലും മടങ്ങിയൊരു സാധ്യമല്ല. അപ്പോൾ ആ ഒരു പീരീഡിൽ ഈ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളും അവരുടെ കൂടെ നിൽക്കുന്ന ഏജന്റുമാരും പ്രധാനമായും ചെയ്തിരുന്ന ഒരു രീതി ഇതാണ്. അങ്ങനെയാണ് നമ്മൾ അടിമജാതി അല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളും വിൽക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട്. അപ്പം പണത്തിന് വേണ്ടി ഇവർ പിടിച്ചോണ്ട് വരുന്നു, വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ പല തെളിവുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അവിടുത്തെ പല പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ വന്നു ചേർന്ന ആളുകളെക്കുറിച്ചൊക്കെയുള്ള. ഇപ്പം അല്ലെങ്കിൽ വേറെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പം ഈ ചില ഗസറ്റിയേഴ്സൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട് ഈ കേപ്പ് ടൗണിൻ്റെ അവിടെ തന്നെ കേപ്പ് ഗസറ്റിയേഴ്സുകളൊക്കെ. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടുന്ന് സ്ഥലം മാറിപ്പോകുമ്പം അയാളുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം നമ്മുടെ ഡൽഹിയിലൊക്കെ ഇതിന് വെക്കുന്ന പോലെ, വിൽക്കാൻ വെക്കുന്ന പോലെ, ലേലത്തിന് വെക്കുന്ന പോലെ അവരിങ്ങനെ പരസ്യം ഇടും പത്രങ്ങളിൽ. ഇപ്പം ഇന്നയാൾ ട്രാൻസ്ഫർ ആയി പോവുകയാണ്, അപ്പോൾ അയാളുടെ വീട്ടിൽ 5 കസേര, 2 അലമാര, അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ഇത്ര ചെടികൾ, ഇന്ന കാര്യങ്ങൾ, പട്ടി, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കും വളരെ കൃത്യമായിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഡയാന, അല്ലെങ്കിൽ മലബാറിൽ നിന്നുള്ള ഇന്നയാൾ, ഇന്ന സ്ഥലത്തു നിന്നുള്ള ഇന്ന ആൾ എന്നൊക്കെ പറയുന്ന, അതായത് കേപ്പ് ടൗണിൻ്റെ ഇത്തരത്തിലുള്ള ലേല പരസ്യങ്ങളിൽ വളരെ കൃത്യമായി കൊച്ചിക്കാരുണ്ട് അല്ലെങ്കിൽ മലബാറുകാരുണ്ട്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ അവിടുന്ന് ഒളിച്ചോടി പോകുന്ന ആളുകളെക്കുറിച്ചുള്ള ഈ വാണ്ടഡ് എന്നും പറഞ്ഞ് കൊടുക്കുന്ന പരസ്യങ്ങളുണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ കൊച്ചി എന്നുള്ള പേരിൻ്റെ അവസാനം കൊച്ചി ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒളിച്ചോടി പോകുന്ന ആളുകളെ
ക്രിമിനലുകൾ, അതായത് ഈ സ്ലേവറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ പരസ്യങ്ങൾക്കകത്ത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രസൻസ് ഉണ്ട്. ഇപ്പം ചില ആളുകൾ ഒളിച്ചോടി പോയി കാടിന് നടുവിൽ സെറ്റിൽമെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ചില മലയാളി കൊച്ചിയിൽ നിന്ന് പോയ അടിമകളൊക്കെയാണ്. അങ്ങനത്തെ കുറേ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇന്ത്യയിൽ നിന്ന് അവരുടെ ഒരു ജാതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല. അവർ കൊച്ചിയിൽ നിന്ന് പോയെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് ചില പഠനങ്ങളുണ്ട്. ഇപ്പം ഈ ഇന്ത്യയിൽ നിന്ന് പോയ ഈ മൗറീഷ്യസിലൊക്കെ പണിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ തൊഴിലെന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഈ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളെ കൂടുതൽ ഡൊമസ്റ്റിക് സ്ലേവ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ കട്ടിപ്പെട്ട പണികളൊന്നും ചെയ്യുന്നതിനുള്ള ആരോഗ്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യക്കാരെ കൂടുതലും ഈ വീട്ടുജോലിയും മറ്റ് പല തൊഴിലിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ വലിയ ഭാരം ഉള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം വരുന്നു. അപ്പോൾ ആ ഒരു കാരണത്താൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് വേറൊരു തരം ഡിമാൻഡും പണവും കൂടുതലായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണം ചില പഠനങ്ങളിൽ കാണുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ. അപ്പം അങ്ങനെ പല രീതി, ഇപ്പം നമ്മുടെ മുഹമ്മദ് കൂരിയുടെയൊക്കെ ഒരു പ്രോജക്റ്റിന് അദ്ദേഹമൊക്കെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല പഴയ ഡോക്യുമെൻറ്റുകൾക്കത് ഒരു ഡച്ചുകാരൻ്റെ ഒരു കപ്പലിൽ ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കാണുന്നത്. അവരൊരു സ്ലേവാണ്, അപ്പോൾ അതീവ സുന്ദരിയാണ്, മലയാളിയാണ് അവർ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇങ്ങനെ അന്വേഷിക്കുക. അപ്പോൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ അവരൊരു ബ്രാഹ്മണ സ്ത്രീ, നമ്പൂതിരി സ്ത്രീയാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ നമ്പൂതിരി സ്ത്രീ അവരുടെ അപ്പനും അമ്മയും അവരുടെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുന്നു. അപ്പോൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് അവർ വളരുന്നത്. അപ്പോൾ ഇവർ ബന്ധുവിൻ്റെ വീട്ടിലാണെങ്കിലും ഇവരെ കൊണ്ട് വ്യാപകമായ രീതിയിൽ പണിയൊക്കെ എടുപ്പിക്കുകയും അടുക്കള പണിയൊക്കെ ചെയ്യുകയും അങ്ങനെ അവരുടെ ഒരു മകളല്ലാത്ത സ്ഥിതിക്ക് മക്കളെ നല്ല രീതിയിൽ നോക്കുകയും ഈ പെൺകുട്ടിയെ മോശമായിട്ടുള്ള പണിയൊക്കെ എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നടന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ത്രീ അവിടെ ചെത്താൻ വരുന്ന ഒരു ഈഴവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അപ്പോൾ ഈ സംഭവം ഇവർ അറിയുന്നു. അങ്ങനെ അറിഞ്ഞോടുകൂടി ഈ ഈഴവനെ അപ്പം തന്നെ ഇവർ കൊല്ലുന്നു. ഈ സ്ത്രീയെ അടിമയായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഈ കപ്പലിനകത്ത് വന്ന് പെടുന്നത്, ഈ ഡച്ചുകാരൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെയും ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ അന്നേരം തന്നെ വിദേശത്തേക്ക് കപ്പൽ കയറ്റുന്ന ആളുകൾക്ക് അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്നത്. ഇതൊരു എന്നും അല്ലെങ്കിൽ പോലും കുറേയധികം മനുഷ്യന്മാരെ ഇങ്ങനെ വിറ്റ് പോയിട്ടുണ്ട് പലയിടങ്ങളിൽ. അതിനുശേഷമാണ് പിന്നീടാണ് ഒരു 50,000 ഈ സ്ലേവറിയൊക്കെ അബോളിഷൻ ചെയ്തതിന് ശേഷമാണ് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾ, പ്രത്യേകിച്ച് മലബാറിൽ നിന്നൊക്കെ കുറേ പേര് കുടിയേറുന്നതൊക്കെ. ഇത് ഇവരുടെ അനുവാദമില്ലാതെ കൃത്യമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫേസാണ്. രണ്ടാമത് ഇവർ തൊഴിൽ തേടി പോകുന്ന ഒരു ആഗ്രഹത്താൽ പോകുന്ന ഒരു പോക്ക് നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളുടെ എണ്ണം കൂടുതലായിട്ട് നമ്മൾ ഇവരുടെ ഇപ്പം മത്യാസിൻ്റെയൊക്കെ പഠനങ്ങൾക്കകത്ത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കൂടുതൽ അയക്കുന്നത് സ്ത്രീകളെയല്ല കാണുന്നത്, പുരുഷന്മാരുടെ എണ്ണമാണ് നോർമലായിട്ട് കൂടുതൽ കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ലേവ് ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ പരിശോധിക്കുമ്പോഴും ഇവിടെ കിട്ടുന്ന സ്ലേവ് ട്രാൻസാക്ഷൻ ഡീലുകൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം സ്ത്രീകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സ്ത്രീകളുടെ പേരിലാണ് ഈ കുട്ടികളൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പം അന്നത്തെ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട രീതി, ഈ ആരോഗ്യമുള്ള സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പ്രസവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ഒരു രീതിയാണ്. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പറമ്പിൽ പണിയുന്ന ആളുകളാണ്. ആ സ്ത്രീ നല്ല ആരോഗ്യമൊക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ ഭർത്താവിന് ഇപ്പോൾ ഒരു മകനൊക്കെ ഉള്ളെങ്കിൽ അവരുടെ ബന്ധത്തിൽ ഒരു കുട്ടിയാണോ ഉള്ളെങ്കിൽ അയാളെ ബലം പ്രയോഗിച്ച് മാറ്റുകയോ കൊല്ലുകയോ ചെയ്തിട്ട് വേറെ പുരുഷന്മാരുടെ കൂടെ അവരെ നിർബന്ധമായിട്ട് താമസിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് പരമാവധി പ്രസവിപ്പിക്കുക എന്നുള്ളൊരു രീതി ഒക്കെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കൂടുതലും വിൽപ്പന. ഇപ്പം വേറൊരാളൊരു വർക്കുണ്ട്, ഇപ്പം കെ കുസുമൻ എന്ന് പറഞ്ഞ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലൊരു ഹിസ്റ്റോറിയനായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്ലേവറി ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം നമ്മുടെ കേരള ആർക്കൈവ്സിൽ നിന്ന് കണ്ടെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ മുളന്തുരുത്തിയിലൊക്കെ ക്രിസ്ത്യൻ പള്ളികളിൽ ഈ ലേലം വിളിക്കുന്ന ഒരു രീതിയുണ്ട്. പള്ളികളുടെ ഒരു രീതി, നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഈ സംഗതികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ചക്ക, തേങ്ങ, മാങ്ങ പോലുള്ള ഫലങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വാഴക്കൊല പോലുള്ള കാര്യങ്ങളൊക്കെ പള്ളിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആട് പ്രസവിച്ച് കഴിഞ്ഞാൽ ആട്ടിൻകുട്ടിയെ കൊടുക്കുക, കോഴിക്കുഞ്ഞിനെ കൊടുക്കുക, എന്തൊക്കെ മൃഗങ്ങളും ഫലങ്ങളും എന്തൊക്കെയാണോ അതിൻ്റെ ഒരു വിഹിതം പള്ളിക്ക് കൊടുക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ ഈ കൊച്ചിയിലെ ഈ മുളന്തുരുത്തി പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക്, അല്ലെങ്കിൽ വെച്ചൂര് പോലുള്ള പള്ളികളിലൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അവിടെ ലേലം വിളിക്കുന്നത് ഒരു പറയ സ്ത്രീയെയും ഒരു കാളക്കുട്ടിയെയും കൂടെ ലേലം വിളിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പുലയ സ്ത്രീയെ ലേലം വിളിക്കുന്നത്. അപ്പം സ്ത്രീകളെ പരസ്യമായിട്ട് ലേലം വിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നു നമ്മുടെ ഇവിടുത്തെ ഈ ലേലം വിളിക്കാത്ത.
ഇപ്പോൾ സ്ത്രീകളുടെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ കടൽ കടന്ന് പോയതിൻ്റെ എണ്ണം കൂടുതൽ ആണുങ്ങൾ തന്നെയാണ് കാണുന്നത്. കാര്യം അതൊരു ഈ കുറേ മാസങ്ങളോടെ യാത്ര ചെയ്യണം. അപ്പോൾ അവർക്കത് സ്ത്രീകളെ അവിടെ എത്തിക്കുന്ന സാഹചര്യത്തിനേക്കാൾ നഷ്ടം സംഭവിക്കും, മരണപ്പെട്ടു പോലും. അപ്പം ആ ഒരു കാരണത്താൽ ആണുങ്ങളാണ് കൂടുതൽ അയക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ശരിക്കും പറഞ്ഞു. അപ്പോൾ അതിൽ 2 ജാതികളാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടായിട്ടാണ് അവർ പറയുന്നത്. ഒന്ന് പുലയരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഈ കടൽ കടന്ന് പോയിരിക്കുന്നത് ഒന്ന്. രണ്ടാമത് ഈഴവരാണ്. അപ്പം അതിന് ശേഷമുള്ളൂ കണക്കര് ചെറുമരൊക്കെ വരുവുള്ളൂ. ഈ 2 ജാതിയാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിരിക്കുന്നത്. Thank you so much for this wonderful lecture and also the conversation.